ഹലോ ഗൈസ്, ഞാൻ ഇപ്പോൾ ഉള്ളത് ഉത്തരാഖണ്ഡിലെ സോലാകുയിൽ ഗ്രാമത്തിലാണ്. ഈ ട്രിപ്പ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ആദ്യം തന്നെ വിചാരിച്ചിനി ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഓരോ സ്ഥലം പോയി കാണാന്നുള്ളതിനിട്ടാ. അങ്ങനെ ഞാൻ ട്രെയിനൊക്കെ നിർത്തിയാണ്ട് ഡെറാഡൂണിൽ നിന്ന് ഞാനൊരു ലോറിക്ക് കയ്യാട്ടി ആ ലോറിക്കാരെ എങ്ങോട്ടാണോ അങ്ങോട്ട് പോവാ വിചാരിച്ചുകൊണ്ട് ഞാൻ ഉത്തരാഖണ്ഡിലെ സോലാകുയിൽ ഗ്രാമത്തിൽ എത്തിയതാണ്. എത്തിയപ്പോൾ അതാ ഇന്നലെ ഞാൻ രാത്രി ഇവിടെ ഒരു പീഡിയോ കൊലായിൽ ടെൻ്റ് അടിച്ചിട്ടാണ് കിടന്നത്. കാരണം ഇവിടെ എത്തിയപ്പോഴാണ് അറിയണത് ആ ലോറിക്കാരൻ്റെ ഭാര്യ വീടാണ് ഇവിടെ. അപ്പോൾ കിടക്കണത് മോശം നിൽക്കും തോന്നി. പിന്നെ അയാൾ അവിടെ കിടന്നോന്നൊക്കെ പറഞ്ഞിനി, പക്ഷെ ഇക്കൊരു മൂഡില്ല അവിടെ കിടക്കുക. ഈ സോലാകുയിൽ ഗ്രാമത്തിൽ എത്തിയോണ്ടേ ഗ്രാമം മൊത്തത്തിലൊന്ന് കാണാൻ വിചാരിച്ചു. കാരണം നമ്മളെ കേരളത്തിൽ നിന്ന് ഇത് നല്ല ഈ നോർത്ത് ഭാഗത്തൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ഡിഫറെന്റ് കൾച്ചറൊക്കെ ഉണ്ടാവും വിചാരിച്ച് ഇങ്ങനെ ഇറങ്ങിയതാണ് കാണാൻ. എൻ്റെ മുഖം കണ്ടിട്ട് ഒരുമാതിരി പോലെ ഉണ്ട് അല്ലേ. കാരണം ഒന്നാമത് യാത്ര ചെയ്ത ക്ഷീണമാണ്, പിന്നെ നമ്മള് പക്ക ടെന്റിലൊക്കെ ഉറങ്ങി അങ്ങനത്തെ ട്രിപ്പ് ആയതുകൊണ്ട് എന്നും ഇപ്പൊ റൂം എടുത്ത് കുളിക്കാനൊന്നും കഴിയില്ലല്ലോ. അപ്പൊ ഇപ്പൊ 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ കുളിക്കുക. ആ ഒരു മുഖത്ത് കാണുന്നുണ്ട് നിൽക്കും അറിയാം. പിന്നെ ഒന്നാമത് ഈ മുടി സ്മൂത്ത് ചെയ്ത് കുടുങ്ങിപ്പോയി മനുഷ്യൻ ഇനി ജീവിതത്തിൽ ചെയ്യില്ല. കാരണം അതൊന്ന് ശരിക്കത്തെ മാതിരി ആവാൻ വേണ്ടി എത്ര നേർച്ച നേർന്നാണ് അറിയാം. ഈ ഗ്രാമം കണ്ടിട്ട് വലിയ അപ്ഡേഷൻ ഒന്നും ഇല്ല തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഇടവഴിക്കൂടെ പോകുമ്പോൾ ഞാൻ കാണുന്ന പെരകൾ മുഴുവൻ ഒറ്റ മുറികളുള്ള പെരേട്ടാ. ഒറ്റ മുറിയുള്ളൂ. ഞാൻ അങ്ങനെ ആലോചിക്കുക, ഒറ്റ മുറിയാണെങ്കിൽ എന്തായാലും കാട്ടുക. അടുക്കള ഒരു ചെറിയൊരു ഭാഗത്ത്, 4 ഭാഗത്ത്, പിന്നെ കിടക്കൽ വിടഞ്ഞിപ്പോ പോലെ മക്കളെ കല്യാണമൊക്കെ ഉണ്ടായ എന്താ കാട്ടുക. അതിലിപ്പോ ഓൾക്ക് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടാവും. എന്തിനാപ്പോ നമ്മളൊക്കെ ആലോചിക്കുന്നു. റൂട്ട് മാറിയാണ്ട് അറിയാതെ ഒരു പെരന്റെ മുന്നിക്ക് പോയപ്പോഴതാ ഒരു നായി. അതാ ഞാനെന്തോ തലേന്ന് ഇവിടെ കക്കാൻ വന്ന മാതിരി ഇന്നെ കണ്ടാണ്ട് പെരുങ്കൊര. ഞാൻ ആകെ പേടിച്ചിട്ട്. കാരണം ഈ നായ്ക്കളെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓടിയിട്ടുണ്ടെങ്കിൽ അറ്റിങ്ങൾ വൈത്തല വന്നാണ്ടാണ് കടിക്കും. പിന്നെ ഇരിക്കുമ്പോൾ ഒന്നും ഒരു സുഖം ഉണ്ടാവില്ല, ഒരു കഷ്ടമാണ് പോകും അവിടുന്ന്. ഏതായാലും ഞാൻ അവിടുത്തെ അമ്മനെ കുറേ വിളിച്ച് അമ്മ എത്ര ആയിട്ട് ആരും വരുന്നില്ല. കാരണം എനിക്ക് ഇവിടുന്ന് ഞാൻ തിരിച്ചു പോവും വേണേനോ, ആരും ഒറ്റ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുമില്ല. എന്താ ഇപ്പോൾ കാട്ടുക, വല്ലാത്തൊരവസ്ഥ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു അമ്മച്ചി ഇങ്ങനെ വരുന്നുണ്ട്. ആ അമ്മച്ചി ആ നായിനെ പിങ്കി ഇവിടെ വാ പിങ്കി എന്നൊക്കെ പറയുന്നുണ്ട്. പിങ്കി എവിടെ? പിങ്കിക്ക് ഇന്നെ കടിച്ചെന്നെ വേണം. ഞാൻ എന്തോ തലേന്ന് ഇവിടെ വന്ന മാതിരി അതിന്റെ സ്വഭാവം കണ്ടാലേ. ഒന്നാമത്തെ പേടി എന്താ വെച്ചാലേ, നമുക്ക് ഈ കേരളത്തിലത്തെ നായ്ക്കളെ കണ്ട് പരിചയമുള്ളൂ. വേറെ സംസ്ഥാനത്തെ നായ്ക്കളെ നമ്മൾ കണ്ടില്ലല്ലോ. ബാംഗ്ലൂരത്തെ നായൊക്കെ കാണണം. എന്താണ് വലിയൊരുനാക്ക് പിടിച്ച അറക്ക, അത്രക്കും തടി മണ്ണുള്ള സാധനങ്ങളാണ്. ഏതായാലും അമ്മ വന്ന് ഒരു ധൈര്യമായി. അപ്പത്തിന് ആൾക്കാരൊക്കെ കൂടിയിട്ട് ഞാൻ ഈ അമ്മ വിളിക്കണല്ലാണ്ട്. അപ്പോൾ ഓരോരുത്തർ ചോദിച്ചു എന്താ പാടെന്താ, എന്തിനാ വന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കേരളത്തിൽ നിന്ന് വരികയാണേ. കേരളത്തിൽ നിന്ന് പറഞ്ഞപ്പോൾ അറ്റിങ്ങൾക്ക് ഭയങ്കര അത്ഭുതം. എന്നിട്ട് അറ്റിങ്ങൾ പറയുന്നുണ്ട് കേരളത്തിലെ ആൾക്കാർ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ്, എന്താ ഇപ്പോൾ കാട്ടുക. എന്നോട് ഓരോന്നും ചോദിക്കാൻ തുടങ്ങി. കേരളത്തിൽ ഇപ്പോൾ മഴ ഉണ്ടോ, പിന്നെ മലയാളം എന്നോട് പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ കുറച്ച് മലയാളത്തിൽ പറഞ്ഞു. അപ്പം അറ്റിങ്ങൾ ചിരിക്കുക എൻ്റെ മലയാളം കേട്ടിട്ട്. അങ്ങനെ പിന്നെ അവിടുന്ന് പോവാ വിചാരിച്ച് എല്ലാവരും ടാറ്റൊക്കെ തന്ന് നല്ല സന്തോഷത്തിൽ ചോറുന്നണോന്നൊക്കെ ചോദിച്ചിട്ട് എന്നോട് അന്ന് വേണ്ട, ചോദിച്ചതിന് നന്ദി, എന്തായാലും ഈ സ്നേഹം മതി എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ആയിക്കൂടെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഒരു ചെറിയൊരു കോളനി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെയുള്ള പെരകളൊക്കെ ഒറ്റ റൂം അങ്ങനത്തെ പെരകളാട്ടാ. അതിൻ്റെ ആ കോളനീൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ഫുള്ള് ഷീറ്റ് കൊണ്ടൊക്കെ മറിച്ച് ഇങ്ങനെ ഒരു തൽക്കാലത്തിന് നല്ലൊരു കാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നായിട്ട് അടിച്ച് പോകാനുള്ള സാധനങ്ങളാണ്. കാരണം ഈ കോഴിക്കോടൊക്കെ ഉണ്ടാക്കിയ മാതിരി കുറച്ച് ചാക്ക്, കുറച്ച് ഷീറ്റ്, അവിടെ അണിയടിച്ച് ഇവിടെ അണിയടിച്ച് അവിടെ മഴ ചെയ്യുമ്പോൾ പാവങ്ങളാണ് ഒറ്റ റൂമുകൾ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഓൾക്ക് ഇവിടെ ഭയങ്കര കംഫർട്ടബിൾ ആവട്ടെ ജീവിക്കാനൊക്കെ. എന്ത് ഇതിലാണ് അവിടെ എണ്ണൊക്കെ തേച്ച് നിൽക്കണ്. ഓരോരുത്തർ പെണ്ണുങ്ങൾ അവിടെ സൈഡിൽ നിന്ന് നല്ല വർത്താനം പറയണേ. ഒന്നാമത് എന്താ വെച്ചാലേ ഓല് ഇതിലേ ജനിച്ച് വളർന്നോണ്ട് ഇവർക്ക് ഇതൊരു പ്രശ്നമായി തോന്നൂല. ഞമ്മക്കാവും ഇത് ഒരു റൂമിൽ എങ്ങനെയാ ഇപ്പൊ ജീവിക്കുക. അതേമാതിരി തന്നെ ആവും ഇപ്പൊ അംബാനി വരണേ. ആ അനസ് എങ്ങനെയല്ലേ ആ പെരയില് ഓൻ്റെ ഒക്കെ കിടക്കയും കട്ടിലൊക്കെ ഒന്ന് കാണണം. എങ്ങനെ പോലെ ആ തൽക്കണിയിലൊക്കെ കിടക്കാന്ന് അംബാനി വിചാരിക്കുന്നുണ്ടാവും. അതേമാതിരി നമ്മളിങ്ങനെ വിചാരിക്കും ഓൾക്ക് ഇതൊക്കെ സ്വർഗം അവിടെ. ഓൾക്ക് ചിലപ്പോ പെരൊക്കെ ഉണ്ടാക്കാൻ നല്ല സുഖമാവും. കാരണം ഒക്കെ ചെറിയ വാതിലില്ല, ഒന്നുമില്ല. അവിടെ അല്ലേ ഇപ്പൊ കള്ളന്മാരില്ലാത്ത നാടാവട്ടാ. എന്താ അറിയില്ല എമ്മ ധൈര്യത്തിലല്ലേ ഒരു ചെറിയൊരു മറ്റേ ശീല എങ്ങനാണ്ട് ആണി അടിച്ച് വെച്ചാണ്. അത് ആണി ഇങ്ങനെ എടുക്കുക. നമ്മൾ ഈ ആട്ടുംകൂടൊക്കെ കെട്ടണ മാതിരി ചെറിയൊരു സെറ്റപ്പ്. ഞാൻ ഈ വീഡിയോയും ക്യാമറയും മൈക്കും സാധനങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ എല്ലാവരും മുഖത്ത് നോക്കണൊക്കെ ഉണ്ട്. പിന്നെ എന്താ ഇപ്പം ഇത് ഇനി തോക്കറ്റാണ് വെടിവെക്കാൻ സാധ്യത ഉണ്ടാന്നൊക്കെ നോക്കിയാണ്ട് ഇങ്ങനെ കൂർക്കം നോക്കണമായിട്ട് നോക്കണ്ട എല്ലാവരും. പക്ഷെ അതൊക്കെ ഇപ്പൊ നോക്കി നമ്മളെ വീഡിയോ ഒന്നും നടക്കൂല. ഞാൻ ഇപ്പൊ ഉള്ള ഈ ഉത്തരാഖണ്ഡ് ഉള്ളത്
ഇവിടെ കൂടുതലും പണിക്ക് വന്ന ആൾക്കാരും ഒക്കെ ഏകദേശമൊക്കെ യു പിന്ന് വരുന്ന 50 കിലോമീറ്ററോളം. ഹിമാചൽ പ്രദേശിന്റെയും യുപിന്റെയും നേരെ ബോർഡർ സ്ഥലമാണ്. ഇവിടെ കൂടുതലും മുസ്ലിങ്ങളാണുള്ളത്. പക്ഷെ ഇവിടെ പള്ളികൾ കുറവാന്ന എനിക്ക് കേട്ടത്. കുറെ മുസ്ലിങ്ങളുണ്ട്. മുസ്ലിം കൾച്ചറാണ് ഒരുപാടുള്ളത്. പക്ഷെ ഇവിടെ അത് വിചാരിച്ച് യു പിയിലൊക്കെ ഉള്ള മാതിരി ഇവിടെ ഈ എന്താണ് പശുവിനെ അറുത്താല് വലിയ പ്രശ്നമോ അങ്ങനത്തെ സംഭവം ഒന്നുമില്ല കേട്ടാ. ഇവിടെ ഒരു ശാന്തി സുന്ദരമായ ഒരു ഏരിയ. ഇത് കണ്ടങ്ങള് കാളവണ്ടി കുതിരവണ്ടി എന്നൊക്കെ കണ്ടിട്ട്, പോത്ത് വണ്ടി ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. നോക്കിയാൽ ഒരു പോത്ത് ഈ ഒരു ലോഡ് മണ്ണും അല്ലെങ്കിൽ ഒരു ലോഡ് കല്ലും പിന്നെ ആ തന്തനെയും വഹിച്ചുകൊണ്ടോ നോക്കി. ഞാൻ ഇതിന്റെ ബാക്കിൽ ഒരു സാധനം വരാണ്ടിട്ടാ, പശുവണ്ടി വരാണ്ട് ബാക്കില്. എന്നാലും ഞാൻ ഇങ്ങനെ ആലോചിക്കാം, ഈ നമ്മളെ കേരളത്തിലെ ഫെമിനിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടാ ജെൻഡർ ഈക്വാലിറ്റി വേണമെന്ന്. അത് ഇത് ഇങ്ങോട്ട് കാണുമ്പോൾ ഓല് പറയോ നോക്കുക. നമ്മളെ പോലത്തെ ആണുങ്ങള് ഒരു വണ്ടിയാണ് വഹിക്കണത്, ആ പെണ്ണാണ് ഈ പശു. പെണ്ണുണ്ട 2 പശുവിനെ വെച്ചിട്ടാണ് ഒരു വണ്ടി വഹിക്കുന്നത്. ഇവിടെ ഇപ്പൊ ജെൻഡർ ഈക്വാലിറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ തല കറങ്ങിയാണ് പോകും ആ പശു. ആ പശു 2 പശുവിനെ കയറ്റിയാലാണ് ഒരു ലോഡ് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ബാക്കിൽ നമ്മളെ ചെക്കൻ വരണോക്ക് ടടടടാന്ന് പറഞ്ഞാണ്ട് ചെക്കന് സിമ്പിളായി നടക്കുമോ? ഇതൊക്കെ അതാണ് ആണുങ്ങളെ പവർ. പക്ഷെ എന്തായാലും ഈ പോത്തിനെ കൊണ്ട് ഇതിങ്ങനെ കൊണ്ടുപോകണം കേട്ടോ. എനിക്ക് ഒരു സങ്കടം ഉണ്ട് കേട്ടാ. കാരണം എന്താ വെച്ചാൽ എനിക്ക് പോത്തിനെ പണ്ടേ ഇഷ്ടമാണ്. പണ്ട് എൻ്റെ വലിയപ്പോൾ ഒരു പോത്തിനൊക്കെ വളർത്തിയ ടൈമില് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിനി, ജീവനേനി. എന്നിട്ട് അതിനെ അറക്കാൻ കൊണ്ടുപോകുന്ന ടൈമിൽ ഞാൻ നല്ല കരഞ്ഞീനി. അത്രക്കും ഇഷ്ടപ്പെട്ടൊരു പോത്തേന്. ഇപ്പൊ ഈ പോത്തിനെ കൊണ്ട് പണിയെടുപ്പിക്കണ എനിക്ക് തീരെ ഇഷ്ടമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്, ഈ മലയാളീസ് ഓവർ പണിയൊന്നും എടുക്കൂലല്ലോ, വെറുതെ ഇങ്ങനെ ഇരിക്കല്ലേ. അതേമാതിരി നമ്മളൊക്കെ കേരളത്തിലുള്ള പോത്തുകളെ കൊണ്ട് പണിയൊന്നും എടുപ്പിക്കൂലല്ലോ ആരും. പക്ഷെ ഇന്ത്യക്കാരെ ആണ്ണാൻ പണിയെടുക്കൂലേ, ഊരെ നെട്ടണ വരെ പണിയെടുക്കൂല. അതേമാതിരി ഇവിടുത്തെ പോത്തുകളെ കൊണ്ടും പശുവിനെ കൊണ്ടും ആരും ഇവിടെ വെറുതെ നിൽക്കരുത്. വെറുതെ നിൽക്കണ ഇന്ത്യക്കാർക്ക് ഇഷ്ടമല്ല. ഇന്ത്യക്കാരും പണിയെടുക്കുന്നുണ്ട്, ഇവിടുത്തെ പോത്തുകളും പണിയെടുക്കും. ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ചെറിയ സാധനം എന്തെങ്കിലും വലിപ്പിക്കാണ്ടായി ഇനി കോഴിക്കളെ കൗത്ത് കെട്ടിയാണ് ചിലപ്പോ വലിപ്പിക്കുന്നുണ്ടാവും. ചിലപ്പോ എനിക്ക് കാണാൻ കഴിയായിട്ടാ ഉണ്ടാവും, ഇല്ലാന്ന് മനസ്സ് പറയില്ല. അതല്ലേ ഇവിടുത്തെ ഓരോ പോത്തിന്റെ സൈസ് നോക്കി. നമ്മളെ നാട്ടിലത്തെ 2 പോത്തിനെ കൂട്ടേണ്ടി വരും. ഏതാ സാധനം വെറുതെ അല്ല, ഇത്രയും സൈസ് ഉണ്ടായിട്ടാണെന്നുണ്ട് അതിനെ കൊണ്ട് പണിയെടുപ്പിക്കണേ. ഈ ഇത് ഊരി വെച്ചതാ വണ്ടി, അതിന്റെ ബാക്കിലുള്ള വണ്ടിയെ. പശുക്കുട്ടി നോക്കി, ചെറിയ പശുക്കുട്ടി. അവിടെ ഇങ്ങനെ കുടിച്ചോ, കുറച്ചും കൂടി വലുതാട്ടെ എന്നിട്ട് നമുക്ക് പോയി വലിക്കാനുള്ളേ എന്ന് പറഞ്ഞാണ്ട് അവിടെ നിർത്തിയാവും. പാവങ്ങളില്ലേ. ഞാൻ ഇങ്ങനെ ആലോചിക്ക, ഞാനും ആ പോത്തും എന്താ വ്യത്യാസം. കാരണം പോത്തിന്റെ സൈസിന് അത്രയുള്ള പൂയി ചുമക്കുണ്ട്. ഞാനൊക്കെയാ ഇത്രയും സാധനം. ഇനി ഈ ഇതിൽ പഠിച്ച പഠനമാണ്. ഇനി മേലാല് ആകെ 2 കൂട്ട ഡ്രസ്സ്, അതില് ഓടൂല. ഒരു പാന്റ് ഒരു ഷർട്ട് അത് മതി. അതിൽ ഞാൻ കൂടി എന്റെ പേര് ഞാൻ ഹുസൈൻ കുട്ടി നോക്കും. കണ്ടോണ്ടേ എന്നുവെച്ചാൽ കോയങ്ങാണ് ഈ സാധനം നന്നായിട്ടെടുത്ത്. അതിന്റെ പുറമെ ആ ചോറ് ബസാറിന്ന് ഞാൻ ഒരിത് വാങ്ങിന്, എന്താണ് ക്യാമറ, അതും പിന്നെ ഒരു കോട്ട്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അതും ഒക്കെ പാടെ വെച്ചപ്പോത്തിന് നിറഞ്ഞു പോയി ഒന്നായിട്ട്. ഞാൻ ഒരു സ്റ്റിക്കും മൈക്കൊക്കെ ആയിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ പോകുമ്പോൾ ഈ വല്യപ്പൊക്കെ ഒരു പൂതി, എൻ്റെ വീഡിയോ ഒന്ന് ആഡ് ചെയ്യും മോനേന്ന്. അപ്പോൾ പിന്നെ ഞാൻ പാവല്ലേ, ഒരാൾ ആഗ്രഹമല്ലേ വിചാരിച്ചിട്ട് ഞാനാണ് സാധിപ്പിച്ചു കൊടുക്കുക വിചാരിച്ച്. വീഡിയോയിലൊക്കെ കണ്ട് പെടുത്തി മൈക്കൊക്കെ കണ്ട് വെച്ച് 2 പേരും 3 അഡ്രസ്സൊക്കെ കണ്ട് ചോദിച്ചാൽ വേദ ചെറി വെറുതെ ഇങ്ങനെ ഇരിക്കാവുന്നുണ്ട്. വേറെ പണിയൊന്നുമില്ല തോന്നണേ. ചിലപ്പോൾ ഇനി വല്ല ബിസിനസ്സൊക്കെ ഉണ്ടോ നമുക്കറിയില്ല കേട്ടാ. നമ്മളിപ്പോൾ കാണുന്നത് കുറേ നേരമായി അവിടെ ഇങ്ങനെ ഇരിക്കണേ. നല്ല വർത്താനം ആള്. അയാളാ എന്നെ കേരളമാണ് അതാണ് അയാൾ കുറേ പറയാനുണ്ട്. പക്ഷെ നമുക്ക് നേരില്ലാത്തോണ്ടേ ബൈ പറഞ്ഞ് നമുക്ക് പോരേണ്ടി വന്നു. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് നല്ലൊരു അരുവി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ അരുവിൻ്റെ അങ്ങോട്ട് പോണ വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ. അപ്പോൾ ഓക്കെ.